കേരളത്തിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കാലിക്കറ്റ് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡിഗ്രി കഴിഞ്ഞത്. MD ശേഷം അതേ കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി. എപ്പോഴാണ് ഈ സിവിൽ സർവീസിലേക്ക് വരണമെന്ന് തോന്നിയത്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു? ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ കോളേജില് ജനുമാറിനോ ജഗദീശൻ സർ അനാറ്റമിയിലെ പ്രൊഫസർ സാറ് പറയായിരുന്നു തസ്ലിമിന് UPSC സിവിൽ സർവീസസ് ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും റൈറ്റിംഗും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പറയാം. പക്ഷെ എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. സിലബസ് പോലും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ BHMS കഴിഞ്ഞ് PGക്ക് ജോയിൻ ചെയ്തു. PG ഒരു എന്ത് ചെയ്യാനൊക്കെ ആയപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുന്നു, എന്റെ പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലോട്ട് തിരിഞ്ഞാലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ PG കഴിഞ്ഞ് എന്തായാലും ഒരു വർക്ക് ചെയ്യണം, എന്തെങ്കിലും ജോബ് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ PG കഴിഞ്ഞ ഉടനെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ കയറി. 1 year വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെയും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് വേറൊരു ഫീൽഡിലോട്ട് എനിക്ക് എന്റെ ഒരു ടാലൻസ് ഒക്കെ വെച്ച് എനിക്ക് അതിനോടൊരു ജസ്റ്റിസ് ചെയ്തൂടെ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ സിവിൽ സർവീസസ് പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങിയത്. ആ സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറെ കൂടെയൊക്കെ ലൈഫിനെ അറിയുകയും കുറെ ഇഷ്യൂസിനൊക്കെ പറ്റിയിട്ട് നമുക്കൊരു എക്സ്പോഷർ ഒക്കെ കിട്ടുന്ന അപ്പോഴാണ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോഴും. അതുപോലെ തന്നെ റൂറൽ ഏരിയയിലാണ് ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കുറച്ചുകൂടെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിവിൽ സർവീസസിലോട്ട് കടന്നുകൂടെയെന്ന് ഞാൻ ചിന്തിച്ചു. സിലബസ് ഒക്കെ നോക്കി അങ്ങനെയാണ് കോച്ചിങ് ഒക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു മൊമെന്റിലാണ് ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷവും നമ്മൾ ഈ പ്രിലിംസ് ചെയ്ത സമയത്ത് കിട്ടാതിരിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. നമ്മള് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ടൈം വന്നിട്ടുണ്ടാവും. ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് പോലും വേണ്ട, എനിക്ക് വീണ്ടും ട്രൈ ചെയ്യണം, നമ്മൾ എന്താ പറയാ, വീണ്ടും എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ട് അതിലൊരു മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടാവില്ല. അതായത് നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ്, പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഫാക്ടർ ഉണ്ടാവില്ല. അതല്ല, ഒന്ന് നമ്മൾ കാണുന്നുണ്ട് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൽ ഇത് ക്ലിയർ ചെയ്യുന്നവരെ കാണുന്നുണ്ട്. മിക്കവാറും ആൾക്കാർ ഫസ്റ്റിൽ ക്ലിയർ ചെയ്തില്ലെങ്കിലും സെക്കൻഡ് തേർഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ആകുമ്പോൾ ക്ലിയർ ചെയ്യുന്നത്, ചിലർ 5th അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. രണ്ടാമത് ഞാൻ കോച്ചിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ മോളെ എന്റെ വീട്ടിലാക്കി, അതുപോലെ കുറെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ വരുന്നത്. പിന്നെ ഞാൻ സ്കോളർഷിപ്പ് അവൈൽ ചെയ്ത്, ഒരു ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് അവൈൽ ചെയ്തൊക്കെയാണ് ഞാൻ പ്രിപ്പറേഷന് വന്നത്. അതുപോലെ എനിക്കപ്പോ എന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് വേറെ ഒരു കാൻഡിഡേറ്റിനേക്കാളും. അപ്പം ഫെയിൽ ആകുമ്പോൾ ഇത് ഇട്ട് പോകരുത് എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. അതായത് ഇതിനൊക്കെ ഒന്ന് റിട്ടേൺസ് കൊടുക്കണമല്ലോ, മോളെയൊക്കെ മാറ്റി നിർത്തി. അതുപോലെ ഉണ്ടായിരുന്ന പ്രാക്ടീസ് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി തിരിച്ചു വന്ന് എനിക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ കോളേജിൽ വീണ്ടും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യാം. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് തിരിച്ചു പോകണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായി. കോച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഫെയിൽ ആവുമ്പോഴും ഞാൻ ഒരു 1 year കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ഫെയിൽ ആവുന്നു എന്നുള്ള തോന്നലില്ല. നേരെ മറിച്ച് ഞാൻ കംപ്ലീറ്റ് ഒന്നും ചെയ്യാതെ ഇരുന്ന് പഠിക്കുക മാത്രമായിരുന്നതിൽ ചിലപ്പോൾ എനിക്കൊരു ക്വിറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമായിരുന്നു. അപ്പം എനിക്ക് അതിൽ ബ്രൂഡ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്റെ കൂടെ എക്സാം എഴുതുന്നു എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ മെല്ലെ ഒരു ബിലീഫ് വരാൻ തുടങ്ങി, ഫെയിൽ ആയാലും പിന്നെ ഞാൻ ട്രൈ ചെയ്താൽ കിട്ടുന്നു. അപ്പൊ പിന്നെ വൈ ഐ സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടായതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തു. അതായത് നമ്മളിപ്പോ എത്രാമത്തെ അറ്റംപ്റ്റ് ക്ലിയർ ആവുന്നതാണെങ്കിൽ, ഞാനത് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ 21ാമത്തെ വയസ്സിൽ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ഡിഗ്രിക്ക് ശേഷം 21ാമത്തെ 22ാമത്തെ വയസ്സിൽ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 വർഷം ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 32ാമത്തെ വയസ്സ് വരെയാണ് സിവിൽ സർവീസിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. 6 ചാൻസ്. OBC ആണെങ്കിൽ 35, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 37 വയസ്സ് വരെയൊക്കെ ചാൻസ് വരുന്നത്. നമുക്കൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10 വർഷം ചാൻസ് തന്നെയായിരിക്കും. 21-22 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാൾ, ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ 10 വർഷം അയാൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷം അയാൾ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ജോബ് ചെയ്യുന്നു, ലൈക്ക് PSC കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ചെയ്യുന്നു. 10 വർഷത്തിന് ശേഷം 32ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ വ്യക്തി എവിടെ എത്തി നിൽക്കുന്നു, ആ ഒരു സ്റ്റേജ് എത്രയാണ് നമ്മൾ ജസ്റ്റ് ഇമാജിൻ. സിവിൽ സർവീസ് അവസാനത്തെ അറ്റംപ്റ്റിൽ 6ാമത്തെ അല്ലെങ്കിൽ 32ാമത്തെ വയസ്സിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിയർ ചെയ്ത ആള് ഈ പറഞ്ഞ 10 വർഷത്തിൽ എത്തി നിൽക്കുന്ന ആളൊക്കെയാണ് ഒരുപാട് മുന്നോട്ടാണ് ഉണ്ടാവുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ലൈക്ക് 10-15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും
അതിന് കിട്ടുന്ന റിട്ടേൺസ് അത്രയും വലുതാണ്. ഓക്കെ, ലൈക്ക് അത് എത്രത്തോളം അത് ശരിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സോ എത്രത്തോളം അത് കറക്റ്റ് ആണ്, ലൈക്ക് ഇൻ യുവർ ഒപ്പീനിയൻ? നമ്മൾ ഈ 10 വർഷത്തെ അല്ലെങ്കിൽ 15 വർഷത്തെ എഫേർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ലൈഫിലെ 5-10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലുതാണ്. ലൈക്ക് 10 വർഷം വേണ്ടി വരും പാസ്സാവുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം അത്ര ആയാൽ പോലും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അത് എത്രത്തോളം വലുതാണ്, ലൈക്ക് അതിന്റെ റിയാലിറ്റി എങ്ങനെയാണ്? അതൊന്ന് നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ഒരു ഫാക്ടർ, ഒരു കമ്പൈനിങ് ഫാക്ടർ. അതായത് ആൾക്കാർ പെട്ടെന്ന് സെറ്റിൽ ആവണം, പെട്ടെന്ന് ജോലി കയറണം, അവരുടെ അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്യുക, ജോലി കയറുക, പിന്നെ പെട്ടെന്ന് മാരേജ് ചെയ്യുക, കുട്ടികളാവുക. അതായത് ഒരു കമ്പൽഷൻ ടു സെറ്റിൽ വിത്ത് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം എന്നുള്ളത്, അത് ശരിക്കും ഐ എം അഗൈൻസ്റ്റ് ഇറ്റ്. അതായത് നേരത്തെ തന്നെ സെറ്റിൽ ആവുക, പിന്നെ ഒരു ഡൈവേഷൻസ് ഇല്ലാത്ത ഒരു ലൈഫ്. ഒരിക്കലും നമ്മൾ ഒട്ടും അഡ്വഞ്ചറസ് അല്ലാതെയും ഒരു റിസ്ക് എടുക്കാത്ത ലൈഫിനായിട്ടാണ് സപ്പോർട്ട്. അപ്പൊ നമ്മള് ലേറ്റർ ആയി സെറ്റിൽ ആവുന്നതിനേക്കാൾ വേറെ ഭംഗിയായി സെറ്റിൽ ആവുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ എപ്പോഴും കംഫർട്ടായി ഞാൻ സെറ്റിലായി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കുറച്ച് അൺസർട്ടൺ ആയി പോയാലൊന്നും കുഴപ്പമില്ല. അതുപോലെ നമ്മൾ പറയാറില്ല, ക്രാഡിൽ മുതൽ നമ്മുടെ കോഫി വരെ പഠിക്കാൻ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു ആൾ എത്രയും എഫേർട്ട് എടുത്ത് ലാസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് പോലും ഐ ഷുഡ് സേ ദാറ്റ് യു ഹാവ് ലേൺഡ് എ ലോട്ട് അബൌട്ട് ദ വേൾഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അയാൾക്ക് അയാളുടെ രാജ്യത്തെ പറ്റിയിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ഈവൻ ഒരാള് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും ഹീസ് ലേണിംഗ് എ ലോട്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ തീർച്ചയായും അതൊരു ഭംഗിയോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോ ഈ അറ്റംപ്റ്റിലെ പ്രിലിംസ് ക്ലിയർ ചെയ്തുള്ളൂ, എന്നിട്ടും എനിക്ക് ആ ലാസ്റ്റിലെത്തിയപ്പോ പോലും എനിക്കൊരു നഷ്ടബോധം തോന്നിയിട്ടില്ല. ഈവൻ when I was going to attempt my last attempt എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഒരുപാട് നേടും. വൺസ് വി ക്ലിയർ ഇറ്റ്, അവിടെ നമ്മുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റോ അല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളതിനേക്കാൾ വേറെ അപ്രിസിയേഷൻ ആൻഡ് റെക്കഗ്നിഷൻ വി ഗെറ്റ് ഇസ് വർത്ത് the years we spent and we ran behind. ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് സത്യമാണ്. അതായത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത ഒരാള്, ഓക്കെ, ഇനി പറഞ്ഞ ഭംഗിവാക്കല്ല, ഏത് മേഖലയിലുള്ള ഒരു വ്യക്തിയോടും ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള ആ ഒരു നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ഷെയർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ലൈക്ക് ഡിപ്ലോമാറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ലൈക്ക് ഇന്റർനാഷണൽ ഡിപ്ലോമസി അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾ, അത് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ, ലൈക്ക് ഹൂവർ, എന്ത് ഫീൽഡിലുള്ള ആൾ, ഒരു സയന്റിസ്റ്റ്, ഏത് ഫീൽഡിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അറിവ് നമുക്ക് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ ലൈക്ക് വിൽ ബി ചാക്ക് ഓഫ് എവരിത്തിങ് എന്ന ഒരു ഇതെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അത് ഭയങ്കര വലുതാണ്. കാരണം സിവിൽ സർവീസിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം യങ് ജനറേഷന്റെ ലൈക്ക് അവരുടെ വ്യൂസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് ജെൻഡർ ഇക്വാലിറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ടോക്സിക് നേച്ചറിനെ പറ്റിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ലൈഫിനെ പറ്റിയിട്ടുള്ള വ്യൂസിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സിവിൽ സർവീസിൽ വന്നതിന് ശേഷം വരുന്നുണ്ട്. ശരിക്കും ആക്ച്വലി എഡ്യൂക്കേഷനെ കൊണ്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെ നമ്മളെ ക്യാരക്ടർ ബെറ്റർ ആക്കുന്നു എന്നത് എന്റെ അഭിപ്രായത്തിൽ ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷനെക്കാളും കോളേജ് എഡ്യൂക്കേഷനെക്കാളും കൂടുതൽ ഇമ്പാക്ട് നമുക്ക് സിവിൽ സർവീസ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കോച്ചിങ്ങിന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല കോച്ചിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത്. ഹ്യൂജ് ഡിഫറൻസ് ആണ് അയാളുടെ ക്യാരക്ടറിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സിവിൽ സർവീസ് പഠിച്ചവരാണ് തോൽക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഭംഗിവാക്കല്ല, അല്ലെ? ഈ എക്സാമ്പിള് ഒരു ഫാക്ടറാണെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറയും, when perseverance meets patience plus we are guided and we have a right strategy, പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിൻ ചെയ്യാൻ ഒരു ഡേ പറ്റും. സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ബട്ട് ദ എഫേർട്ട് വിൽ ബി വർത്ത് ഇനഫ്. കാരണം ലക്ക് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഒബ്ജക്റ്റീവ് ആണ്, കറക്റ്റ് ചെയ്തു. മെയിൻസ് നമുക്ക് കുറച്ചുകൂടി സബ്ജക്ടിവിറ്റി വരുന്നുണ്ട്. ഇന്റർവ്യൂയിലുണ്ട് ദ ഡേ ഹൗ വി ആർ പെർഫോമിംഗ് ഓൺ ദ ഡേ ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും കൂടി ചേരുമ്പോൾ ഐ തിങ്ക് ലക്കിനെ മറികടക്കാൻ പറ്റും. വാട്ട് എവർ ബി അവർ ഫേറ്റ്, നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇഫ് യു ആർ റെഡി ടു വർക്ക്, ഐ തിങ്ക് വി ക്യാൻ സെക്യൂർ എ പ്ലേസ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. കൂട്ടത്തില് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഗൈഡൻസിന്റെ കാര്യം. നമ്മളിപ്പോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും, നമ്മളിപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ബേസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അപ്പൊ അവിടെ പോയാണ് നമുക്ക് കിട്ടുക, നല്ല റാങ്ക് കിട്ടുക എന്നുള്ളത്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഗൈഡൻസ് ആണ് നമുക്ക്, അതായത് ഏത് നല്ല ടീച്ചേഴ്സ് ആയിട്ടായാലും അത് ഫുൾ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ കൂടി ഒരു മെന്റർ നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ
ഉണ്ടെങ്കിൽ നമുക്ക് ആ സക്സസിലേക്കുള്ള ദൂരം കുറച്ചുകൂടി അടുത്തായിരിക്കും, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്താൽ കിട്ടിയിട്ടുള്ള അധികം ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിക്കവാറും ഒരാളങ്ങനെ മെന്ററായിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ടോ ഉണ്ടാവും. കാരണം അവരാണ് ഇങ്ങനെ നമുക്ക് തെറ്റുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അവിടെയാണ് ഈ സെൽഫ് സ്റ്റഡിയിൽ വരുന്ന ഒരു ഡിഫറൻസ് പറയുന്നത്. കാരണം നമുക്ക് നമ്മൾ മാത്രമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യില്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ അത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ ഈഗോ എന്നുള്ള എടുത്ത് മാറ്റി വെക്കണം. കാരണം വെച്ചാൽ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആ ഒരു ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും. നമ്മളത് ഇന്നാള് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സീനിയർ ആയിട്ടുള്ള ഒരാൾ അവർ മാത്രമേ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. കൂട്ടത്തിൽ നമ്മുടെ ഡിസ്കഷനിൽ പറയുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളിപ്പം 2 വർഷം പ്രിപ്പയർ ചെയ്ത അടുത്ത് ഇപ്പൊ വന്ന ഒരാൾ പറയുമ്പോൾ അയാളുടെ സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ അത് നമുക്ക് നല്ലതുണ്ടാവും. നമ്മൾ തന്നെയാണ് ശീലിച്ചതെന്ന് വെച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിലേതാണ് നമുക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നുള്ളത് നോക്കി എടുക്കാനുള്ള ആ ഒരു ഓപ്പൺ മൈൻഡും നമ്മൾ ഈ പ്രിപ്പറേഷൻ സമയത്ത് നല്ല രീതിയിലേക്ക് വേണം. അതുകൂടി ഒന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുകൂടി നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചില കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, സെൽഫ് സ്റ്റഡി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത് സിവിൽ സർവീസിന് ലൈക്ക് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ അതുകൊണ്ട് സക്സസ് നമുക്ക് കിട്ടുന്നത്? എന്റെ ആൻസർ അതിന് കിട്ടുന്ന തന്നെയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഒരു കോച്ചിങ് അക്കാഡമിന്റെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കേരള ടോപ്പ് 6th റാങ്ക് ആ ലൈക്ക് കാൻഡിഡേറ്റ് പുള്ളിക്കാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വീട്ടിലിരുന്നാ പഠിച്ചത്. പക്ഷെ അവിടെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, ആള് ഗൈഡ് ചെയ്യാൻ ആളുടെ വളരെ ഒരു ക്ലോസ് റിലേറ്റീവ് ഒരു IFS ഓഫീസറാണ്, അവരുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആൾ എന്തായാലും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചത്. ആളുടെ സക്സസ് ഒരു അക്കാഡമിക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ആൻസർ യെസ് തന്നെയാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം വരുന്നത് ഗൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സബ്ജക്ട് ഒരാൾക്ക് പഠിച്ചെടുക്കാൻ ഒരു മാസം, ഒരു 30 ദിവസം എടുക്കുന്നു വിചാരിക്കും. ഒരു ടോപ്പിക് പഠിച്ചെടുക്കാൻ അതേ സബ്ജക്ട് ഒരു അക്കാഡമിയിൽ ഒരു ടീച്ചർ പഠിപ്പിച്ച് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10-12 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളൊരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി കുറെ നാൾ ഇതിന്റെ പിറകിൽ റിസർച്ച് ചെയ്ത ഒരാൾക്ക് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ പോളിറ്റി, എക്കണോമി പോലുള്ള സബ്ജക്റ്റുകളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ഹിസ്റ്ററി ഒക്കെ നമുക്കിപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ബാക്കി സബ്ജക്റ്റുകളുടെ ക്ലാരിറ്റി ഒരു ടീച്ചർക്ക്, ഒരു ഗൈഡിന് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതൊരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിയർ പ്രഷറാണ്. നമ്മള് കുറച്ച് ആൾക്കാർ കൂടി ഇരുന്നിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് കൺസിസ്റ്റൻസി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു സക്സസ് വീഡിയോ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ കണ്ട ഒരാളാണ്, ആദ്യത്തെ ഒരു 2-3 ദിവസം പീക്കിലായിരിക്കും മോട്ടിവേഷൻ ഉണ്ടാവും. ആ മോട്ടിവേഷനിൽ ഇരുന്നിട്ട് ബുക്കൊക്കെ മേടിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരിക്കും. ഒരു 1-2 മാസമൊക്കെ ചിലപ്പോൾ ചെയ്യായിരിക്കും. പക്ഷെ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് താഴേക്ക് വരും. ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഗിവ് അപ്പ് ചെയ്ത് തോന്നിയിരിക്കാം, അല്ലെങ്കിൽ ഡീവിയേറ്റ് ആയി പോയിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ്, ആ ഒരു മൊമെന്റം ഇവർക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കോച്ചിങ് അക്കാദമി എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും എക്സാം എഴുതുന്നുണ്ട്. അത് പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ലെവലിലായിരിക്കും നിൽക്കുന്നത്. ലൈക്ക് ലാസ്റ്റ് എക്സാം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമ്മുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് മറ്റുള്ളവരെ നോക്കിയിട്ട് ഓക്കെ നമ്മൾ ആ ഒരു ലെവലിലാണ്, നമ്മൾ കുറച്ച് ബാക്കൗട്ട് ആണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകണം, അല്ല നമ്മൾ മുന്നോട്ടാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് പിന്നെയും മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് പോസിറ്റീവായിട്ടുണ്ട്. അല്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർസിവറൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല.